ഇഡലി ഈ രീതിയിൽ ആട്ടാന്നുള്ളത് ഒരുപാട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഒന്ന് ട്രൈ ആക്കാമെന്ന് വെച്ചത്. കാരണം നമ്മളിപ്പോൾ കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരുപാട് വട്ടം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാനും ഈ ഒരു മെത്തേഡ് ഒന്ന് നോക്കി കളയാമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അത്രയും സിമ്പിളായിട്ട് ഇഡലി ഭയങ്കര സ്മൂത്താണ്, അതാണ് ഇതാണെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തത് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ആ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ ഒന്നിൽ കുറച്ച് ഉഴുന്നും കുറച്ച് ചോറും ഒക്കെ ഇട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇഡലിയൊക്കെ കുഴപ്പമില്ല, സ്മൂത്താണ്. പക്ഷെ നമ്മൾ പിന്നെ പച്ചരിയും ഉഴുന്നും ഉലുവയും ഡൊപ്പിയരിയും ചോറും ഇതൊക്കെ ഇട്ട് അരച്ച് എടുക്കുന്ന രുചിയൊന്നും ഇതിൽ ഇല്ല. കാരണം ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ടാവും. ഇങ്ങനെ കാരണം പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് രാവിലെ സ്കൂൾ ടൈമിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ ചിന്തയിലൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. സ്കൂൾ ടൈമിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു പണി എട്ടിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇഡലിക്ക് നമുക്ക് ഈ ചാക്കരി മാവിൽ നമ്മൾ ഇഡലി ഉണ്ടാക്കില്ലേ, തരി പോലെ അങ്ങനെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇഡലിയൊക്കെ സോഫ്റ്റ് തന്നെയാണ്, ഇരിക്കുന്നതോറും അങ്ങനെ കല്ലൊന്നും ആവുന്നില്ല. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പച്ചരി ഒക്കെ അരച്ച് ഉഴുന്ന് ആട്ടിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ പിന്നെ ചുട്ടു കൊടുത്തപ്പോഴത്തേക്ക് ഇഡലിക്ക് ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോഴത്തേക്കും പാപ്പായും മക്കളും കൂടി ഇങ്ങനെ നുരുതുരാ ചോദിക്കാൻ തുടങ്ങി, ഈ ഇഡലി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ടേസ്റ്റ് ഇല്ലാത്തത്, ഇതെന്താ വ്യത്യാസം വന്നത്, നീ എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞൊരു 100,000 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം അരി ഇതുപോലെ മാവെടുത്ത് ക്ലിയർ ചെയ്ത് നോക്കണേ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ.